ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ സാധനം ആരംഭിക്കുന്നത് അപ്പുവും അപ്പുവിൻ്റെ അപ്പച്ചിയും കൂടി കാറിലിരുന്ന് സംസാരിക്കുന്നതാണ്. ഹരി നമ്മോടൊപ്പം വരാതിരുന്നത് അഞ്ജലി കാരണമാണെന്നും അഞ്ജലിക്ക് നിന്നോട് ഉള്ളിൽ സ്നേഹമൊന്നും ഇല്ലെന്നും ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കും. ആ കുടുംബത്തിലുള്ളവരെ എല്ലാവരെ കുറിച്ചും കുറ്റം പറഞ്ഞു കൊടുക്കും. ശേഷം ദേവിയും അഞ്ജലിയും കൂടി അടുക്കളയിൽ നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. അഞ്ജലി ആലോചിച്ച് നിൽക്കുമ്പം ദേവി ചോദിക്കും, നീ എന്താ ഇതിന് മാത്രം ആലോചിക്കുന്നത്? അല്ല ദേവിയുടെ ഇനി അപ്പുവിന് എന്നോട് ദേഷ്യമായിരിക്കും. ഹരിയേട്ടൻ നാഗർകോവിൽ പോകാൻ കാരണവും അവരുടെ കൂട്ടത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കാനും കാരണം ഞാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവി ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അഞ്ജുവിനെ. അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ശിവൻ്റെ കോളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് നാണം വരും. അപ്പോൾ ദേവി ചോദിക്കും, ആരാ വിളിക്കുന്നത്? ശിവനാണോടി? അതേന്നിങ്ങനെ ഒരു നാണത്തോടു കൂടി പറയും. അപ്പോൾ പുറത്ത് പോയി സംസാരിച്ചോളൂ എന്ന് പറയും. പുറത്ത് പോയി സംസാരിക്കുമ്പോഴത്തേക്കും ശിവൻ ചോദിക്കും, ബാലേട്ടൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. പിന്നീട് ബാലേട്ടനും ദേവിയും കൂടിയുള്ള സീനാണ്. അവർ ചോദിക്കുന്നു, ഇങ്ങനെ പോയി അവരെ കാണുന്നില്ലല്ലോ. ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ബെഡ് കൊണ്ടുവരുന്നത് കാണും. കണ്ണൻ പറയും, എനിക്ക് ബെഡ് ഓർഡർ ചെയ്തോ വലിയേട്ടാ, താങ്ക്സ് വലിയേട്ടാ എന്നൊക്കെ പറയും. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഇത് ഹരി ഓർഡർ ചെയ്തതാണെന്ന് അറിയാം. അപ്പോൾ പിന്നാലെ അപ്പവും അപ്പച്ചിയും കൂടി കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ബെഡാണ്, കണ്ണൻ നീ ഇതൊന്ന് അകത്ത് വയ്ക്കാൻ സഹായിക്കണേന്ന് പറയും. അങ്ങനെ ഡ്രൈവറും കണ്ണനും കൂടി അകത്ത് ബെഡ് കൊണ്ടുപോകുന്നു. അപ്പോൾ തിരികെ വന്ന അപ്പച്ചി ബാലനോട് പറയും, ഈ ബെഡിൽ കിടന്നിട്ട് എനിക്ക് നടുവേദന. അപ്പം അപ്പൂൻ്റെ കാര്യം പറയണോ? നിനക്ക് ബെഡ് വേണമായിരുന്നെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ അപ്പോൾ എന്ന് പറയുമ്പോൾ, ഞാൻ ഹരിയോട് കുറേ പ്രാവശ്യം പറഞ്ഞതാ, ഹരി കേൾക്കണ്ടേന്ന് പറയും. അപ്പോൾ ഇവർക്കൊക്കെ സങ്കടമാകും കേട്ടോ. അപ്പോൾ ബാലനെ കുറേ ഉപദേശിക്കുകയും ചെയ്യും അപ്പൂൻ്റെ അപ്പച്ചി. ശേഷം കണ്ണൻ ആ റൂമിൽ കൊണ്ടിട്ടതിന് ശേഷം ബെഡിൽ പുറത്ത് കയറി കിടക്കുകയൊക്കെ തുള്ളിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കോ ഈ അപ്പച്ചി തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ ഇത് കാണും. അങ്ങനെ അവനെ വഴക്കിടും, നിനക്ക് മനസ്സില്ലേ, നീ എൻ്റെ മണ്ടനാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ അപ്പൂനും സഹിക്കത്തില്ല, അപ്പൂനും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടു കൂടി കണ്ണൻ തിരികെ പുറത്തേക്ക് വന്നിട്ട് ബാലനോടും ദേവിയോടും അഞ്ജുനോടൊക്കെ ഈ കാര്യം പറയുമ്പോൾ ബാലന് ദേഷ്യം വരും. അതെന്താ അവർ നിന്നോട് ദേഷ്യപ്പെടാനായിട്ട്, അവരാരാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ദേവി ഇങ്ങനെ പിടിച്ചു നിർത്തും. വേണ്ട ബാലേട്ടാന്ന് പറയും. അങ്ങനെ കണ്ണന് ഒരു റൂം കൊടുക്കാനുള്ള തീരുമാനമാകും. അതായത് അവരുടെ അച്ഛൻ്റെ ഇതുവരെ തുറക്കാത്തൊരു റൂമുണ്ട്, അത് അവന് കൊടുക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ ആ റൂമിൽ അവർ ചെല്ലുന്നതാണ് ഇന്നത്തെ അവസാന സീൻ. ഓക്കെ, താങ്ക് യു.